ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പുളിശ്ശേരി വെക്കാം. ഓണമല്ലേ, അങ്ങനെ ഒരു ഓണം കൂടി നമുക്ക് വന്നെത്തി. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു ഓണാഘോഷം ഉണ്ടല്ലോ. ഒരുപാട് ഓണാഘോഷം ഇല്ല ഈ വർഷം, പ്രളയമൊക്കെ ആയിട്ട് ഒരു നാട് മൊത്തം പോയി കിടക്കുമല്ലേ. എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുളിശ്ശേരി വെച്ച് നോക്കാം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വെക്കുന്ന ഒരു പുളിശ്ശേരി. ഞാനിവിടെ കുറച്ച് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ പാല് ഉറയൊഴിച്ചതാണ്. ആ പാല് മേടിച്ച് ഉറയൊഴിച്ച് ഉണ്ടാക്കിയതാണ്. ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങിയിട്ടാണ് ഞാനിന്ന് മോര് കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 10-200 ഗ്രാം കുമ്പളങ്ങ കഷ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് സാധാരണ മോര് കറി വെക്കുന്നത്. 3 കൊമ്പമുളകും കൂടെ കീറി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് വേകാൻ വെക്കണം. കുമ്പളങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് വേകാൻ വെച്ചാൽ മതി. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇടണം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കല്ലുപ്പാട്ടോ ഇടുന്നത്. ഇച്ചിരി ഉപ്പ് കൂടുതലിടുക. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ വേകാൻ വേണ്ടി വെക്കാം. നമുക്കിത് വേകാൻ വെക്കാം. ഒരുപാട് വേവില്ല, പെട്ടെന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും കുമ്പളങ്ങയ്ക്ക് ഒരുപാട് വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് നേരത്തേനും അരപ്പരയ്ക്കും. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അരപ്പിന് ഞാൻ എടുത്തേക്കുന്നത് തേങ്ങ, കറിവേപ്പില, ഉള്ളി, ചെറിയ കാന്താരി, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, ഇത്ര ഞാൻ അരയ്ക്കാൻ എടുത്തേക്കുന്നത്. ഇതിനുണ്ട് ഉപ്പൂടെ. ഞാൻ അരപ്പിന് പാകത്തിന് ഉപ്പ് എല്ലാ കറിക്കും ഞാൻ അരയ്ക്കുന്നതാണ്. അതുകൊണ്ട് അതിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്കകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി കുറച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഞ്ചിയുടെ അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടമാനം വെന്തൊടയരുത്, എന്നാൽ ഇത് വെന്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് തേങ്ങ നന്നായിട്ട് അരയണം. ഇത് കുമ്പളങ്ങയ്ക്കകത്ത് അരപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോര് ഒഴിക്കാം. നമ്മൾ മോരെടുക്കുമ്പോൾ നല്ല പുളിയുള്ള മോരെടുക്കണം. ഒരുപാട് പുളിച്ചങ്ങ് പോയതല്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് പുളിയുള്ള മോരെടുത്താലേ കറി നന്നാവുള്ളൂ. അരപ്പ് നന്നായിട്ട് അരയ്ക്കുകയും വേണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മോര് കണ്ടമാനം തിളച്ച് പോയാൽ ഇളക്കാണ്ടിരുന്നാൽ അത് പിരിഞ്ഞു പോകും. പക്ഷേ ഇത് തിളയ്ക്കുകയും വേണം, തിളച്ച് മറിയുകയും ചെയ്യരുത്. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറേ നേരം ഇളക്കണം. തിളച്ചോന്ന് കരുതി കറി നിർത്തരുത്. കുറച്ച് നേരം ഇതിൻ്റെ ഇത് പറ്റണം. നമ്മൾ ഒരു അര ഇത്രയും പഞ്ചസാര ഇടണം കേട്ടോ. ഒരു പുളി മധുരം അല്ലാതെ ഒരു സെറ്റാകുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഒരു നുള്ളു കായപ്പൊടി ഇടാം. ഇതൊന്ന് തിളച്ച് മറിയുകയും ചെയ്യരുത്. എന്നാൽ തിളയ്ക്കുന്നത് അങ്ങോട്ട് സ്റ്റൗ ഓഫാക്കരുത്. ഇച്ചിരി ഒന്ന് പറ്റി എടുക്കണം കേട്ടോ. ഇങ്ങനെ പറ്റിച്ചെടുക്കുന്ന കറി എത്ര ദിവസം ഇരുന്നാലും കേടാകത്തില്ല. നമുക്കിതിനുള്ള ഉള്ളിയും മുളകൊക്കെ കൂടെ താളിച്ചെടുക്കാം. അവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഉള്ളിയും മുളകും കൂടി ഇടാം. ഈ ഉള്ളിക്കകത്ത് ഞാനൊരു 2 ചെറിയ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളകും ചുമന്നുള്ളിയും 2 ചെറിയ ചുള വെളുത്തുള്ളിയും കൂടിയാണ് മൂപ്പിക്കുന്നത്. കറിവേപ്പില ഇട്ടു. 2-3 വത്തലമുളക്, ചുമന്ന മുളക് മുറിച്ചിടുക. ഇത് നന്നായിട്ട് മൂക്കണം. കടുക് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. കടുക് ആദ്യം ഇടുമ്പോൾ ആ കടുക് അങ്ങ് താന്ന് കിടക്കും. പക്ഷേ കടുക് ഇത് നന്നായിട്ട് മൂത്തിട്ട് ലാസ്റ്റ് കടുക് ഇതൊന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് കടുക് ഇട്ടുമ്പോൾ കറിയുടെ മുകളിൽ കടുക് പൊങ്ങി കിടക്കും. നമ്മുടെ മോരുകറി അങ്ങനെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ താളിച്ചത് അതിന് മുമ്പായിട്ട് എനിക്ക് ഈ മറവിയുള്ളതുകൊണ്ട് പലതും ഞാൻ മറന്നു. ഇത് ഉലുവ പൊടിച്ചതാട്ടോ. ഇച്ചിരി ഉലുവാപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഉലുവ ഇട്ടില്ലായിരുന്നു. ഞാൻ പൊടി ഇടാമെന്ന് ഓർത്തിട്ടാണ് ഉലുവ ഇടാത്തത്. ഒരുപാട് ഇടരുത്, കുറച്ചിട്ടാൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഞാനിത് ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ താളിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ
മോരുകറി റെഡി ആയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ മോരുകറി. അങ്ങനെ നമ്മുടെ മോര് കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഇട്ട് വെച്ചത് ഓണം സ്പെഷ്യല്. ഇങ്ങനെ മോര് വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. മൺചട്ടി വെച്ച് നോക്ക് ഉള്ളവർ. മൺചട്ടി ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ മോര് ഇച്ചിരി നന്നായിട്ട് പറ്റുകയും ചെയ്യണം. ചൂടായി അന്നേരം വാങ്ങി വെക്കരുത്. മോര് ഒരു 10-15 മിനിറ്റൊക്കെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടമാനം തിളച്ചല്ല പറ്റിക്കേണ്ടത്. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് തീ കുറച്ചിട്ട് വേണം പറ്റിക്കാൻ. സൂപ്പർ കറി കേട്ടോ.